തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. ചെമ്പൂർ സ്വദേശി നിഖിലനാണ് മർദ്ദനമേറ്റത്. നിഖിലിന്റെ കൈക്ക് പൊട്ടലും ശരീരത്തിൽ അടിയേറ്റ് ചതഞ്ഞ പാടുകളുമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, എന്താണ് ഈ മർദ്ദന കാരണമെന്ന് യുവാവ് പറയുന്നത്? ഈ സംഭവം നടക്കുന്നത് പുതുവത്സര രാത്രിയുടെ അന്നാണ്. ഈ നിഖിൽ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ സുഹൃത്തിന്റെ അച്ഛനും സുഹൃത്തും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. തുടർന്ന് അവർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായെന്നാണ് ഇപ്പോൾ നിഖിൽ പറയുന്നത്. അതിനുശേഷം പുറത്തേക്ക് പോകാൻ തുടങ്ങിയ നിഖിലിനെ ഈ ബന്ധുക്കൾ, അതായത് ഈ സുഹൃത്തിന്റെ അച്ഛൻ തന്നെ പോലീസ് വന്നതിന് ശേഷം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയതിനു ശേഷം പോകാം എന്ന് അറിയിച്ചു. തുടർന്ന് ഈ പോലീസിനെ കാത്തു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പോലീസ് വന്നതിന് ശേഷം മറ്റു കാരണങ്ങളൊന്നും കൂടാതെ ഒന്നും ചോദിക്കാതെ തന്നെ നിഖിലിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് ഇപ്പോൾ ഈ നിഖിൽ പരാതിയിൽ പറയുന്നത്. നിഖിലിന്റെ അമ്മയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പോലീസ് വന്നയുടനെ നിഖിലിനെ മർദ്ദിച്ചു, ക്രൂരമായി തന്നെ മർദ്ദിച്ചു എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. നിഖിലിന്റെ കൈക്ക് പൊട്ടലുണ്ട്, കൂടാതെ ദേഹമാസകലം ചതഞ്ഞ പാടുകളുമുണ്ട്. എന്തായാലും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ നിഖിൽ ഉയർത്തുന്നത്. മറ്റു കാരണങ്ങളൊന്നും തിരക്കാതെയായിരുന്നു ഇത്തരത്തിൽ മർദ്ദനമെന്നും നിഖിൽ പറയുന്നു. നിഖിലിന്റെ അമ്മ പോലീസ് ആറ്റിങ്ങൽ CIക്കാണ് ഇത്തരത്തിൽ പോലീസ് മർദ്ദിച്ചു എന്ന്, അകാരണമായി തന്നെ മർദ്ദിച്ചു എന്ന് പരാതി നൽകിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് വിശദീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നതിൽ കൂടുതൽ വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും തന്നെ വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കൈക്ക് പൊട്ടലേക്കുകയും ശരീരമാസകലം ചതവ് പറ്റുകയും ചെയ്ത സാഹചര്യത്തിൽ നിഖിലിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിഖിലിപ്പോൾ. അരണ്യം. ശരി ചന്തു, തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ് അത്തരത്തിലുള്ള സംഭവം. യുവാവ് പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ പരാതി നൽകിയിരിക്കുന്നു. ചന്തു ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.